നരേന്ദ്രമോദിജി ഗവൺമെന്റ് നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും കൃത്യമായും നടപ്പിലാക്കുവാൻ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയെ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിക്കണമെന്നാണ് അദ്ദേഹം നിങ്ങളോട് അഭ്യർത്ഥിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഈ നിൽക്കുന്നവരിൽ ഒരുപാട് പേർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 2000 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു. മഹാരാഷ്ട്രയിൽ അങ്ങനെ 2000 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ 3000 രൂപ സംസ്ഥാന ഗവൺമെന്റും കൂടിയിട്ട് 5000 രൂപയാണ് അവിടുത്തെ ഒരു സാധാരണ കർഷകന് 3 സെന്റ് വസ്തുവുള്ള ഒരു കർഷകന് ലഭിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പിണറായി സർക്കാരിന് ഇത് അട്ടിമറിക്കാൻ കഴിയില്ല. കാര്യം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇത് കർഷകരുടെ നേരിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഈ ധനസഹായം കൊടുക്കുന്നത്. മറിച്ച് സംസ്ഥാന സർക്കാർ വഴി കൊടുത്തിരുന്നെങ്കിൽ നമ്മളെ മറ്റു പല കേന്ദ്ര ഫണ്ടും അടിച്ചു മാറ്റുന്നത് പോലെ പിണറായിയുടെ സർക്കാർ ആ സഹായവും പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന ആ സഹായവും അടിച്ചു മാറ്റുമായിരുന്നു. അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയത് ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി ഇന്ത്യയിലെ ഭാരതത്തിലെ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ചു കൊടുത്ത ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹം പ്രദാനം ചെയ്യുന്ന, അദ്ദേഹം ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലും നടപ്പിലാക്കപ്പെടണം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സഹോദരിമാർ, ഈ അമ്മമാർ ഏറെ വേദനയോടെ പറയുണ്ടായി, കുടിവെള്ളം കിട്ടിയിട്ട് നാളുകളേറെയായി. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം ആദ്യമേ ഉറപ്പ് പറയുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആദ്യം ശൗചാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു കൊടുത്തു. 2 അവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. എല്ലാ വീടുകളിലേക്കും സഞ്ചാരയോഗ്യമായ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു കൊടുത്തു. ആ വീടുകളിലേക്ക് ശുദ്ധജലം എത്തിച്ചു കൊടുത്തു. ആ ഭവനങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്തു. ഈ 5 കാര്യങ്ങളും വളരെ കൃത്യമായി ഈ ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കാൻ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി എന്ന നിലയിൽ തികച്ചും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ആദ്യം എനിക്ക് സൂചിപ്പിക്കാം. മറ്റൊന്ന്, ഇവിടുത്തെ ഗ്രാമീണ റോഡുകളെ പറഞ്ഞു. ഇവിടുന്ന് കിലോമീറ്ററുകൾ നടന്നാണ് അടുത്ത സ്ഥലത്തേക്ക് വാഹനത്തിൽ പോകേണ്ടത്. ഒരു ഗ്രാമീണ വണ്ടി ഗവൺമെന്റിന്റെ ഇവിടെ നിന്നും പോകാനുള്ള ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്തരം കാര്യങ്ങളിൽ ഒരു എളിയ പൊതുപ്രവർത്തനം എന്ന രീതിയിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തെത്താൻ എന്നെ സഹായിച്ച, ഇക്കുറി 3ാമത് മത്സരിക്കുമ്പോൾ ഈ നാട്ടുകാരനായി ഈ നിയമസഭാ മണ്ഡലത്തിലെ ഞാൻ മാത്രമേ ഈ നാട്ടുകാരനായിട്ടുള്ളൂ. മറ്റ് 2 പേരും ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്. ഈ നിയമസഭാ മണ്ഡലത്തുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഉടനീളം എനിക്ക് ലഭിക്കുന്ന ഒരു വലിയ സ്വീകാര്യത, സ്വന്തം നാട്ടുകാരനെ 2 തവണ 2ാം സ്ഥാനത്തെത്തിച്ച ഒരാളെ ഇക്കുറി 1ാം സ്ഥാനത്തെത്തിക്കാൻ നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ വികാര നിർഭരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.